ഹലോ ഗായ്സ്, നമസ്കാരം. അബ്സ്കോണ്ടഡ് മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും ടാറ്റയിലാണ്, LP ടാറ്റയിലാണുള്ളത്. പുതിയ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ 712ൻ്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, ഇവിടെ അടുത്ത് നമ്മളെ അടുത്ത ഒരു സംസ്ഥാനം ബംഗ്ലാദേശിൻ്റെ അടുത്തുള്ള വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ, അതായത് വണ്ടി ലോഡാക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ ബാക്കിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ പൊളിച്ചുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക, കളിച്ചുകൊണ്ടിരിക്കുക, എന്നാ ചായക്കൊണ്ടിരിക്കുക. അപ്പം എല്ലാവർക്കും സ്നേഹം മാത്രം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ മുമ്പോട്ടേക്ക് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി, സാധനങ്ങൾ ഇതിൻ്റെ എല്ലാം വീഡിയോ ബാക്കിൽ വരാനുണ്ട്. സാധനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എന്നിട്ട് ഇതാ ശ്രീകണ്ഠാപുരം ഏകദേശം എത്താനായി. ഇനിയിപ്പോൾ കർണാടകയിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് ഒറീസയിൽ നേരെ വെസ്റ്റ് ബംഗാളിലേക്കാണ് പോകുന്നത്. വെസ്റ്റ് ബംഗാളിൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് ബംഗ്ലാദേശ് ബോർഡറിൻ്റെ അടുത്താണ് ഈ സിലിഗുരി എന്ന് പറയുന്ന സ്ഥലം എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മാപ്പാക്കുക. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഈ കാണുന്ന നമ്മളെ ലോഡ് കമ്പനി വരുന്നത്. അപ്പം ലോഡാക്കി വെച്ച് ഇത് ശരിയാ ഒരു പഴയ സ്ഥാപനം നമ്മളെ ഇലക്ട്രോണിലും പോലെയുള്ള. ഇനി അവിടെ നിന്ന് ചെയ്യേണ്ട പരിപാടി വെച്ച് തന്നെ ഫുഡ് കഴിക്കലാണ്. ഇവിടെ നിന്ന് ഫുഡുണ്ട്, രാവിലെ ചായ ഉണ്ട്, ഭയങ്കര ചായ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ വീണ്ടും ദാദയുടെ നാട്ടിലേക്ക്. അപ്പോൾ അവിടുന്ന് ലോഡ് കയറ്റി വണ്ടി എടുത്ത് കാസർഗോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, കണ്ണൂരേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് വോയിസ് വീഡിയോ കുറച്ച് റെക്കോർഡ് ചെയ്താണ്. നമ്മൾ ഈ കാസർഗോഡ് സ്ട്രെച്ചിൽ കുറച്ച് ബാക്കി എന്ന് പറയാൻ ഈ ഒരു സ്ട്രെച്ച് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളെ മുമ്പത്തെ കണ്ണൂർ മംഗലാപുരം ഹൈവേയിൽ ആ ഒരു നമ്മളെ കയറ്റുള്ള ഒരു ഏരിയ, ബംഗള ആ ഒരു എന്താ പറയുക, നമ്മളെ ചെറുക്കളെത്തുന്നതിന് മുമ്പില്ല ആ ഒരു ഏരിയ ഇപ്പം കുറച്ചൊരു എന്താ പറയുക പെൻഡിങ് ആയിട്ടുള്ളൂ. ബാക്കി പരിപാടികളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ ഈ സ്ട്രെച്ചിൽ വലിയ വിഷയമൊന്നുമില്ല. പിന്നെ ഈ ഒരു സ്ട്രെച്ച് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഇപ്പം ഇത് ഡേ ഫസ്റ്റാണ്. അപ്പോൾ ഇപ്പം ഞാൻ ലോഡ് കയറ്റിയിട്ട് വരുന്നത്രേ. ഇനി ലോഡ് കയറ്റിയിട്ട് നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് അവിടെ വെച്ച് എൻ്റെ എല്ലാ കാര്യങ്ങൾ, വെള്ളം വെക്കണം, ഫുഡ് ആക്കാനുള്ള സാധനങ്ങൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ ശരി. അപ്പോൾ ചെറിയ പർച്ചേസിലുള്ള സംഭവം വേറെ രക്ഷയില്ല. ഫുഡ് ആക്കി തന്നാനുള്ള പരിപാടിയാണ്. വയറും പോക്കറ്റും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം കുക്കിങ്ങിലാണെന്നുള്ള അരിയെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഡീസൽ അടിയാണ്. ഇവിടെ നിന്ന് ഫുൾ ടാങ്കാണ്. അപ്പോൾ നമ്മൾ കർണാടകത്തിലെത്തി മാക്കൂട്ടം ചുരം കഴിഞ്ഞ് ഫസ്റ്റ് ഇതടിക്കലാണ് മുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചലിച്ച് ആന്ധ്രാപ്രദേശിലെത്തി. ഇനി ആന്ധ്രാപ്രദേശിൽ നിന്ന് ചായ കുടിക്കണം. ഇനി ഇതിന് ശേഷം ഫുൾ എക്സൈറ്റഡ് ആയിരിക്കും. കാരണം ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത് ഈ ഒരു ട്രിപ്പിൽ. അതിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾ കണ്ടിട്ടല്ല. ഓക്കെ, അപ്പോൾ ആന്ധ്രത്തി ഡേ 1 ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുന്നതും കൂടി കണ്ടിട്ട് നമുക്ക് ഡേ 2ലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈ. ഒന്നും കേൾക്കാത്ത ഷെബീറിനെ കൊണ്ട് അരി കഴിപ്പിക്കുക. നമ്മൾ ഫുൾ കിച്ചൺ സെറ്റപ്പ് മൊത്തം സെറ്റായിട്ടുണ്ട്. ബാക്കി ഒന്നും സെറ്റാവാണ്ട് അത്ര മൊത്തം സാധനങ്ങളെല്ലാം ആയി. ഇനിയിപ്പം അരി വേണം, അരി കഴിയിട്ട് കുക്കറിൽ വെക്കണം. ദെൻ അതാർന്നാവുമ്പോഴത്തേക്കിൽ പച്ചക്കറി കാര്യങ്ങൾ അരിയണം. പച്ചക്കറി അരിയിൽ കുനുകുന അരിയണ്ട ഷെബീറ, കുനുകുന അരിഞ്ഞേക്കാം. സവാള ഗിരി
അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഗ്യാസ് സ്റ്റവ് ആണ്. നമുക്ക് ഇപ്പോൾ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഈ കാറ്റ് പിടിക്കൂല. ഓക്കെ, അപ്പോൾ ഫുഡാക്കിയിട്ട് കാണാം ഗൈസ്. ഉള്ളി അരിയ. അപ്പോൾ ഉള്ളി അങ്ങോട്ട് മാറ്റി വെക്കുക. ഇതൊന്ന് ലേഡീസ് ഫിംഗർ വീണ്ടും തൽക്കാളി. നല്ല കത്തിയിടാം. നാളെ നമ്മൾ ചിക്കൻ കറി വെക്കുന്നു. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ തൽക്കാലത്തേക്ക് വിസിലില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും. ഉള്ളി ചൂടാക്കി നമുക്ക് പുറത്തേക്ക് വരും. അതിനുള്ള പ്രഷറാണ്. ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ചാടി പരിപ്പ് കറിയാണ് ഉദ്ദേശിച്ചത്. ആയ ഭാഗ്യം. പരിപ്പ് ആയി കിട്ടിയെങ്കിൽ തറവാട്ടിൽ ഭാഗ്യം ആയിട്ട് ഒന്നും പറയണം. എൻ്റെ ഒരു ഫസ്റ്റ് ചാൻസാണ്. അപ്പോൾ നമ്മൾ ചോറ് വെച്ചാൽ നമ്മൾ പ്രത്യേകതരം തുർക്കിന്നുകൊണ്ടെന്ന് അരിനെ കൊണ്ട് ഉണ്ടാക്കിയ ചോറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. പിന്നെ വലിയൊരു കോമഡി വെച്ച് കഴിഞ്ഞാൽ വിസിലില്ലാത്ത കുക്കറിലാണ് ചോറാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കറീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വക ലോകത്തിട്ട് പറ്റുന്ന എല്ലാ പച്ചക്കറികളും ഇട്ടിട്ടുണ്ട്. പിന്നെ കിട്ടിയ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്താവുക ശക്തിയെ വരച്ച് കഴിയടാ. അപ്പം അൺഫോർച്ചുനേറ്റ്ലി ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. കാരണം നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് വയറ്റും നോക്കാറ്റം തന്നിനെങ്കിലും നമുക്കെല്ലാം. അതുകൊണ്ട് ഫുഡിൻ്റെ വീഡിയോ ഇല്ല, ഒരു ഫോട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ കൊടുക്കാം. അപ്പോൾ ഫുഡ് കഴിക്കലായി. അപ്പോൾ ഇവിടുന്ന് വീട്ടിലായി. ഇനി ആന്ധ്രാപ്രദേശിൽ നിന്ന് നേരെ ഒറീസ പിടിക്കണം. നാളെ ഇൻഷാല്ലാ പൊലിച്ചാമത്തേക്ക് ഒറീസ പിടിക്കണം എന്നതിൻ്റെ ആഗ്രഹമുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ അവസാനിച്ചതായി ഔദ്യോഗികമായി അറിയിക്കുന്നു. ഇനി നാളത്തെ ഒരു ദിവസത്തിൽ കാണാം. രാവിലെ തന്നെ നമ്മൾ വെള്ളിയാഴ്ചത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിനുള്ള റീസൺ അത് അവിടെ കിടക്കുന്നുണ്ട്. ടർബോ നമ്മളതിനെ അടിച്ച് കലങ്ങി തിരിഞ്ഞ് മറിഞ്ഞ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നോർമലി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ ദിവസമായിട്ടാണ് വീഡിയോ ചെയ്യല്. പക്ഷേ ഇത് 3 ദിവസത്തെയും കൂടി ആവശ്യമില്ല ക്ലിപ്പ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഞാൻ ആക്കിയിട്ടില്ല. പക്ഷേങ്കിൽ ഒരുപാട് പറയാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം വീഡിയോ ഇട്ടിട്ട് അങ്കും ബോറടിച്ച് കണ്ട് നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ട്. അപ്പം 10 കാര്യമില്ല. ഒരുപാട് പറയാനില്ല. നമ്മളവിടെ 2 ദിവസം കിടന്നിട്ടില്ലേ.
എടാ ഉയർന്നു പറയും വരട്ടെ വെച്ചിട്ടുണ്ടല്ലോ കമ്പനിയുടെ സർവീസ് ഒന്നും പോരാ. ആ കമ്പനി എയ്ച്ചറി അല്ലെങ്കിൽ ലൈലാൻഡിലാണ് ഇപ്പോൾ സ്പോട്ട് ഇവിടെ എത്തും. നമ്മൾ അവിടെ എത്ര കിടന്നിന് ഒരു ദിവസം വരുന്നില്ല. ഓയിലിന്റെ പൈസ പുതിയ വണ്ടി ആകെ 20,000 കിലോമീറ്റർ ഓടിയിട്ടു. എന്നിട്ട് അവർക്ക് ഓയിലിന്റെ പൈസ വേണം പോലും. യുവത്വം സംസാരിക്കട്ടെ, മെല്ലെ നന്ന ഒച്ചപ്പാടാക്കണ്ട, അയാളെടുത്തിട്ട് അലക്കും. അപ്പോൾ മുൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റേൻ്റെ വണ്ടി LPT ആയാലും ഏത് വണ്ടിയായാലും എടുക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് എടുക്കാം. ഒന്നും കൂടി ഒന്ന് ചിന്തിക്കുക. കാരണം ഞാനിപ്പോൾ എടുക്കുന്ന നമ്മൾ ഈ വണ്ടി LPT 712 23,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് വേറെ ആരും മാറി ഓടിയിട്ടില്ല. ഞാൻ എൻ്റെ പാർട്ട്ണറും മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ, വേറൊരാൾക്ക് കൈമാറിയിട്ടില്ല. ഇത് നമ്മൾ മൂന്നാമതൊരാൾ ഇത്രയും ദൂരം ഓടിച്ചത് ഇപ്പോൾ ഷബീർ മാത്രം ഓടിച്ചിട്ടില്ലേ, ഒരാരും ഓട്ടിയിട്ടുമില്ല. അങ്ങനെയുള്ളൊരു വണ്ടീൻ്റെ ടർബോ കംപ്ലൈൻ്റ് ആയിട്ട് ഷോറൂമിൽ നിന്ന് ആൾ വന്നിട്ട് നമ്മളോടേക്ക് ഇതെന്തെങ്കിലും ടർബോ ആക്കിയത്, നമ്മൾ ഇതൊന്നും കടിച്ചു പോകുന്നില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്നുണ്ടായ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ടർബോ എല്ലാം മാറ്റിക്കേണ്ട എന്നോട് ഓയിലിൻ്റെ പൈസ തരണമെന്ന് പറഞ്ഞു. അവന് തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. പിന്നെ അവർ ഓയിലിൻ്റെ പൈസ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഒരു ഗ്യാസ്കറ്റിൻ്റെ മാത്രം പൈസ വാങ്ങി 39 രൂപ കൊണ്ട് അത് കൊടുത്ത്. അത് 100 രൂപയ്ക്ക് മുകളിലേക്ക് അങ്ങനെ ഞാൻ എന്തായാലും കൊടുക്കില്ല ഉറപ്പിച്ചെന്ന്. അങ്ങനെ എന്തൊക്കെയോ സംഗതികൾ സംഭവിച്ച് നിങ്ങൾ ഇതിന് മുമ്പിലെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയല്ലോ ഓടിത്തിരിഞ്ഞ് മറ്റേ സിലഗുരിക്ക് ഒരു 100 കിലോമീറ്റർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമുക്ക് നാളെ ഡെലിവറി ചെയ്യുന്നത്. കാരണം ഇന്നലെ ഇഞ്ഞാന്ന് ഡെലിവറി ചെയ്യേണ്ട സാധനമാണ്. പക്ഷേ ഈ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മാത്രം പെട്ടുപോയതാണ്. എന്തുതന്നെയായാലും ചില യാത്രകൾ അങ്ങനെയാണ്. ചില യാത്രകൾ നല്ല ഓർമ്മകൾ തരും, ചില യാത്രകൾ ഇതുപോലുള്ള മോശം ഓർമ്മകൾ തരുന്നതായിരിക്കും. എന്തുതന്നെയാലും വീഡിയോ എടുത്ത രീതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ സിലഗുരി ഇനി അൺലോഡിങ് ആണ്. അൺലോഡിങ് അത്രമാത്രം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ബാക്കിലിടും. അതിൻ്റെ ബാക്കിൽ ഒന്നും കൂടി ഇതേപോലെ വന്നിട്ട് ചെറിയ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കും. ഇനിയിപ്പോൾ അൺലോഡിങ്ങിന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എല്ലാവരും ക്ഷമിച്ചേക്കുക, വേറെ വർത്താനൊന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കുത്തിയിരുന്ന് കാണണമെന്ന് ഞാൻ പറയുന്നില്ല. നല്ല വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, ഇല്ലേ കാണുമൊന്നും വേണ്ട. കാരണം എല്ലാവരും സമയത്തിന് വിലയുണ്ട്. എൻ്റെ ഈ പൊറാട്ട് നാടകം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സമയങ്ങളൊന്നും വേണ്ട. ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എന്താ പറയുക, ഇത് കണ്ടിട്ട് ഒരു 10 മിനിറ്റ് ടെൻഷൻ പോകുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം കണ്ടാൽ മതി, ഇല്ലേ കാണുമൊന്നും വേണ്ട. അവിടെ നിന്നോട്ടെ, യൂട്യൂബിന് വലിയ ഭാരമൊന്നുമില്ല, എനിക്കും വലിയ ടെൻഷനൊന്നുമില്ല. ഇത് വീഡിയോ നിങ്ങളാരും കണ്ടിട്ടില്ല വെച്ചിട്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. കാരണം ഇതെനിക്ക് ചെയ്യണം ഇടണം തോന്നുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, ഞാൻ ആരും കാണുന്ന വലിയ നിർബന്ധമൊന്നുമില്ല. എങ്കിലും വേണമെങ്കിൽ ബാക്കിയുള്ള വീഡിയോസെല്ലാം നോക്കിയാൽ 100 വ്യൂസ് 50 വ്യൂസ് 60 വ്യൂസ്, എന്നാലും നമ്മൾ തളരില്ല. ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കും. ഒന്നില്ലെങ്കിൽ ഒരു 5-8 കൊല്ലം 10-20 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ പറയാം, ഞാൻ ഇന്ന സ്ഥലത്തെല്ലാം പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കോലം തൊട്ട് കാണാനല്ല. ജസ്റ്റ് ലൈക്ക് അക്കേ പോലെ നമുക്കത് യൂട്യൂബ് ഞാൻ ഉപയോഗിച്ചോളൂ. കാരണം ഗൂഗിൾ മറ്റേ ഫോട്ടോസിലെല്ലാം ഫോട്ടോസും വീഡിയോസും വെക്കണമെങ്കിൽ ഭയങ്കര പണിയാണ്. ഇതാകുമ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോസ് നമുക്ക് എത്ര കൊല്ലം കഴിഞ്ഞാലും കാണുകയും ചെയ്യാം, വെറുതെ സ്റ്റോറേജും കളയണ്ട. അതാണ് നമ്മളെ മൈൻഡ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മതി, ഇല്ലെങ്കിൽ ഗോവിന്ദ. ഓക്കെ, അപ്പം പിന്നെ എല്ലാം പറഞ്ഞ പോലെ നാളെ ഇറക്കാൻ പറ്റുന്ന വീഡിയോ കണ്ടില്ലെങ്കിൽ നാളെ ഇറക്കാൻ പറ്റുന്ന വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ വിടും. പിന്നെ ഫുഡാക്കുന്ന വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വലിയ പരിചയമൊന്നുമില്ല ഇങ്ങനെ റണ്ണിങ്ങിൽ ഫുഡാക്കിയിട്ട്. അതിനെക്കൊണ്ട് തന്നെ വലിയ രസമുണ്ടാവും തോന്നുന്നില്ല. എന്നാലും വേണേ കണ്ടാൽ മതി. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഗുഡ് ബൈ.